A and B each have a certain number of mangoes. ഇപ്പോൾ എക്കും ബിക്കും എയുടെയും ബിയുടെയും കയ്യിൽ കുറച്ച് മാംഗോസ് ഉണ്ട്. എ സേസ് ടു ബി, എ ബിയോട് പറയുകയാണ്, ഇഫ് യു ഗിവ് 30 ഓഫ് യുവർ മാംഗോസ് ഐ വിൽ ഹാവ് ട്വൈസ് ആസ് മെനി ആസ് ലെഫ്റ്റ് വിത്ത് യു. ബി റിപ്ലൈസ്, ഇഫ് യു ഗിവ് മീ 10 ഐ വിൽ ഹാവ് ത്രൈസ് ആസ് മെനി ആസ് ലെഫ്റ്റ് വിത്ത് യു. ഹൗ മെനി മാംഗോസ് ഡസ് ഈച്ച് ഹാവ്? ഇത്രയുള്ള കേസ്. എയുടെയും ബിയുടെയും കയ്യിൽ കുറച്ച് മാങ്ങയുണ്ട്. എയുടെ കയ്യിലുണ്ട്, ബിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എ പറയുകയാണ്, നീ എനിക്ക് 30 മാങ്ങ തന്നാൽ ബാക്കി നിൻ്റെ കയ്യിൽ കുറച്ച് മാങ്ങ ഉണ്ടാവില്ലേ? കുറേ മാങ്ങയുണ്ട്. അപ്പോൾ എ പറയുകയാണ്, നീ എനിക്ക് 30 മാങ്ങ തന്നാൽ എൻ്റെ കയ്യിലുള്ള മാങ്ങ നിൻ്റെ കയ്യിൽ ബാക്കിയുള്ള മാങ്ങയേക്കാൾ 2 ടൈംസ് ഉണ്ടാവും. അതായത് ബി എക്ക് 30 മാങ്ങ കൊടുക്കുകയാണ്. അപ്പോൾ എയുടെ കയ്യിൽ ബിയുടെ കയ്യിൽ ബാക്കി ഉണ്ടാകുന്ന മാങ്ങയുടെ ട്വൈസ് ഉണ്ടാവും. അപ്പോൾ ബി പറയാണ്, അങ്ങനെ ഞാനൊരു കാര്യം പറയാം, നീ എനിക്ക് 10 മാങ്ങ തന്നാൽ, 30 മാങ്ങ തരണ്ട, നീ 10 മാങ്ങ തന്നാൽ എൻ്റെ കയ്യിൽ നിൻ്റെ കയ്യിൽ ബാക്കിയുള്ള മാങ്ങയുടെ ത്രൈസ് ഉണ്ടാവും, 3 ടൈംസ് ഉണ്ടാവും. എങ്കിൽ 2 പേരുടെയും കയ്യിലുള്ള മാങ്ങ എത്ര? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. അതൊന്നും നോക്കാനില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്താണ്, എയുടെ കയ്യിൽ എക്സ് മാങ്ങ ഉണ്ടെന്ന് വിചാരിക്കും. എക്സ് മാംഗോസ് ഉണ്ട്, എക്സ് മാങ്ങയുണ്ട്. അപ്പോൾ എ ഹാസ് എക്സ് മാംഗോസ്, എയുടെ കയ്യിൽ എക്സ് മാങ്ങയുണ്ട്. അപ്പോൾ ബിയുടെ കയ്യിലോ, ബി ഹാസ് വൈ മാംഗോസ്, ബിയുടെ കയ്യിൽ വൈ മാങ്ങയുണ്ട്. ഓക്കെ, ഇനി എ എന്താണ് പറഞ്ഞത്? എ പറഞ്ഞു, ബിയുടെ കയ്യിൽ നിന്ന് 30 മാങ്ങ തന്നാൽ, അപ്പോൾ എയുടെ കയ്യിൽ എക്സ് മാങ്ങയല്ലേ ഉള്ളത് അല്ലേ? എയുടെ കയ്യിൽ എക്സ് മാങ്ങയാണുള്ളത്. അപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് 30 മാങ്ങ തന്നാൽ, അപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് 30 മാങ്ങ കിട്ടും. എയുടെ കയ്യിൽ എക്സ് മാങ്ങയാണുള്ളത്, എക്സ് മാംഗോസ് ആണുള്ളത്, ബിയുടെ കയ്യിൽ നിന്ന് 30 മാങ്ങ കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? ബിയുടെ കയ്യിൽ ബാക്കിയുള്ള മാങ്ങ, ബിയുടെ കയ്യിൽ വൈ മാങ്ങയാണുള്ളത്, അതിനകത്ത് 30 മാങ്ങ ആർക്ക് കൊടുത്തു? എക്സിന് കൊടുത്തു. അപ്പോൾ ബിയുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? റിമൈനിങ് മാംഗോസ് വൈ -30 ആണുള്ളത്. അപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് 30 മാങ്ങ എക്ക് കിട്ടിയാൽ എയുടെ കയ്യിലുള്ള മാങ്ങകളുടെ എണ്ണം, നമ്പർ ഓഫ് മാംഗോസ് ഇൻ എയ്സ് ഹാൻഡ് എന്ന് പറയുന്നത്, ബിയുടെ കയ്യിൽ ലെഫ്റ്റായ മാങ്ങ എത്രയാണ്? 30 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈ -30 ആണുള്ളൂ. വൈ ആയിരുന്നു ബിയുടെ കയ്യിലുണ്ടായിരുന്ന മാങ്ങ, 30 എക്ക് കൊടുത്തു. ബാക്കിയുള്ള മാങ്ങയുടെ ട്വൈസ് ആയിരിക്കും എയുടെ കയ്യിലുള്ള മാങ്ങ. മനസ്സിലായല്ലോ? മനസ്സമാധാനത്തോടെ പതുക്കെ മനസ്സിലാക്കിയെടുത്താൽ മതി. എയുടെ കയ്യിൽ എക്സ് മാങ്ങയുണ്ട്, ബിയുടെ കയ്യിൽ നിന്ന് 30 മാങ്ങ കിട്ടി. അപ്പോൾ ബിയുടെ കയ്യിലോ വൈ മാങ്ങയുണ്ട്, 30 മാങ്ങ പോയി, എക്ക് കൊടുത്തില്ലേ? അപ്പോൾ എയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മാങ്ങകളുടെ എണ്ണം ബിയുടെ കയ്യിലുള്ള, ഇപ്പോൾ ബാക്കി ബിയുടെ കയ്യിൽ 30 കൊടുത്തിട്ട് ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ ട്വൈസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? എക്സ് + 30 = 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തിറക്കാം. 2 × y എന്താണ്? 2y. 2 × -30 എന്താണ്? -60. ഓക്കെ, ഇതൊരു ഇക്വേഷനാക്കി എടുക്കണ്ടേ? ഇക്വേഷനാക്കി എടുക്കുമ്പോൾ ഒരു സൈഡിൽ എക്സും വൈയും മാത്രം ഉണ്ടാവുക, മറ്റേ സൈഡിലോ ബാക്കിയുള്ളത് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്. ഇനി വൈനെ ഞാനിവിടെ കൊണ്ടുവരികയാണ്. 2y ആണ്, അതിപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ -2y ആയി. ഇവിടെ -60 ഉണ്ട്, അവിടെ -60 ഉള്ളതാണ്. അവിടെ ഈക്വൽസിൻ്റെ അപ്പുറം -60 ഉണ്ട്. ഞാനിവിടെ നിന്ന് 30 ഇങ്ങോട്ട് കൊണ്ടുപോവാണ്, -30 ആയി. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് ഇവിടെ ഉണ്ട്, 2y ഇങ്ങോട്ട് കൊണ്ടുവന്ന് -2y ആയി. അവിടെ -60 ഉണ്ട്, ഇവിടെ നിന്ന് 30 അവിടെ കൊണ്ടുപോയി -30 ആയി. ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, എക്സ് -2y = -90. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബിക്കും കുറച്ച് പറയാനുണ്ട്. എന്താണ് ബിക്ക് പറയാനുള്ള കാര്യങ്ങൾ? നമുക്ക് നോക്കാം. ബി പറഞ്ഞു, നീ എനിക്ക് 10 മാങ്ങ തരുവാണെങ്കിൽ, ബിയുടെ മാങ്ങ 5 ആണ്, ബിയുടെ കയ്യിലുള്ള മാങ്ങ y ആണ്. അപ്പോൾ എ 10 മാങ്ങ ബിക്ക് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ബിയുടെ കയ്യിലുള്ള മാങ്ങ y + 10 ആയി. എയുടെ കയ്യിലുള്ള മാങ്ങ എക്സ് ആണ്,
അതിനകത്ത് നിന്ന് 10 ബിക്ക് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ ബി പറയാണ് ബിയുടെ കയ്യിൽ വൈ വാങ്ങിയാണുള്ളത്. വൈ നമ്പർ ഓഫ് മാംഗോസാണ് ബിയുടെ കയ്യിലുള്ളത്. അപ്പോൾ എയുടെ കയ്യിൽ നിന്ന് 10 മാങ്ങ തന്നാൽ എയുടെ കയ്യിലുള്ള മാങ്ങ പിന്നെ 10 പോയി, -10 ആണ്. ബിയുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള മാങ്ങ എയുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള മാങ്ങയേക്കാൾ ത്രൈസാണ്. മനസ്സിലായല്ലോ? വൈ എന്ന് പറയുന്നത് എയുടെ കയ്യിലുള്ള മാംഗോസാണ്. 10 മാംഗോസ് ആര് കൊടുത്തു? അല്ല, ബിയുടെ കയ്യിലുള്ള മാങ്ങ വൈ മാങ്ങയാണ്. 10 മാംഗോസ് എ കൊടുത്തു. അപ്പോൾ വൈ + 10 ആയി ബിയുടെ കയ്യിലുള്ള മാങ്ങ. 10 മാംഗോസ് ബിക്ക് എ കൊടുത്തപ്പോൾ എയുടെ കയ്യിലുള്ള മാങ്ങ ഇനി 10 കുറവാണ്, -10 ഉള്ളൂ. ബിയുടെ കയ്യിൽ ഇപ്പോഴുള്ള മാങ്ങ എന്ന് പറയുന്നത് എയുടെ കയ്യിൽ ബാലൻസ് ഉള്ള മാങ്ങയുടെ ത്രൈസാണെന്ന് പറഞ്ഞു. ഇങ്ങനെയും നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. 3 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം 3x, 3 കൊണ്ട് -10 മൾട്ടിപ്ലൈ ചെയ്യാം -30. ഓക്കെ, എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം, വൈ അങ്ങോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ എക്സ് ഇവിടെ കിടക്കട്ടെ, ഇവിടെ അല്ലേ കിടക്കുന്നേ, ആ 3x അവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വൈ കൊണ്ടുവരുവാണ്, അപ്പോൾ -5 ആയി ഈക്വൽസ് 10 ഇവിടെയുണ്ട്. ഈ -30 അങ്ങോട്ട് കൊണ്ടുപോകാം, അപ്പോൾ +30 ആയി. അപ്പോൾ എന്തായി? 3x - y = 40. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ 2 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്സോ വൈയോ ഈക്വൽ അല്ല. ഇത് എക്സ് ആണേ, എക്സോ വൈയോ ഈക്വൽ അല്ല. ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 2y അല്ലേ, ഇവിടെ 2y ആക്കാൻ ഇതിനെല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്, ഇവിടെ പോയില്ല. അപ്പോൾ ഞാൻ ആദ്യം എഴുതുവാണ് x - 2y = -90. ഇതിനെ 2y ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3x × 2 6x, -y × 2 -2y = 40 × 2 എന്താണ്? 80 കിട്ടും അല്ലേ? 80. ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഈ വൈയുടെ കോഎഫിഷ്യൻസ് ആണ് ഈക്വൽ, അത് സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് സൈൻ ഓപ്പോസിറ്റ് ആക്കും. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആക്കും. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആക്കും. ഇത് പ്ലസ് ആണ്, മൈനസ് ആക്കും. എന്നിട്ട് ആഡ് ചെയ്യും. അപ്പോൾ -6x എക്സും ആഡ് ചെയ്യുമ്പോൾ -5x. ഓക്കെ, +2y -2y 0 ആയിപ്പോയി. -80 -90 -170. എക്സ് അവിടെ നിർത്തി, -170. ഈ -5 അവിടെ കൊണ്ടുപോയി -5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34 + 34 കിട്ടി. എക്സ് കിട്ടി. എക്സ് എന്ന് പറയുന്നത് എയുടെ കയ്യിലുള്ള മാങ്ങകളാണ്. എക്സ് കിട്ടി 34. വൈ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ x - 2y = -90 അല്ലേ, ഞാൻ എടുത്തെഴുതാം. x - 2y = -90. എക്സ് എന്ന് പറയുന്നത് 34 ആണ്. അപ്പോൾ 34 - 2y = -90. -2y അവിടെ നിർത്താം, 34 അപ്പുറം കൊണ്ടുപോകാം. -34 ആണ്. -2y എന്ന് പറയുന്നത് -128 ആണ്. 128 അല്ല, 124 ആണ്. 124 ആണ്. അപ്പോൾ y = -124 -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 62 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എയുടെ കയ്യിലുള്ള മാംഗോസാണ്, അത് 34 ആണ്. വൈ എന്ന് പറയുന്നത് ബിയുടെ കയ്യിലുള്ള മാംഗോസാണ്, അത് 62 ആണെന്ന് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക.